ദഅവത്ത് നടത്തുന്ന മുഹമ്മദ് സലാ എന്ന് പറയുന്ന ലിവർപൂളിലെ കളിക്കാരൻ. പൊതുവെ യൂറോപ്യൻസിനൊക്കെ ഇസ്ലാമിനോട് വലിയ പുച്ഛായിരുന്നു. വെസ്റ്റേൺ ലോകത്തുള്ള ആളുകൾക്ക് ഇസ്ലാമിനോട് ഒരു പുച്ഛം, ഇസ്ലാമോ ഫോബിയൊക്കെ വളർന്നു വന്നത് 2001 സെപ്റ്റംബർ 11 ശേഷമാണ്. പക്ഷേ ആ ഒരു ഇസ്ലാമോ ഫോബിയൊക്കെ അസ്തമിച്ചതും പൂർണ്ണമായിട്ട് അസ്തമിച്ചൊന്നുമില്ല. ഈ മുഹമ്മദ് സലാ എന്ന് പറയുന്ന ഈജിപ്തിലെ കളിക്കാരൻ, അയാളുടെ ഗോളടി കണ്ടിട്ട് മുസ്ലിമീങ്ങളായ ആളുകളുണ്ടെന്ന്. അതൊക്കെ ഒരു അത്ഭുതമാണ്. അയാളുടെ ഗോളടി കണ്ടിട്ട് ഗാലറിയിൽ നിന്ന് പാടാൻ തുടങ്ങുന്ന, ഇനിയും ഗോളടിച്ചാൽ ഞങ്ങൾ മുസ്ലിം ആകുന്നു. സല പോകുന്ന പള്ളിക്ക് ഞങ്ങൾക്ക് പോകണമെന്ന് അവർ പറഞ്ഞു. മുഹമ്മദ് സല നിസ്കരിക്കാൻ പോകുന്ന പള്ളിക്ക് ഞങ്ങൾക്ക് പോകണം. എത്രയോ പള്ളികൾ പൂട്ടിയിരുന്ന യൂറോപ്പിൽ ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ കളികളും ഒരു ദഅവത്തിനുള്ള ഒരു ഹിക്മത്താണ്. അപ്പൊ ഖത്തർ കണ്ടില്ല നിങ്ങള്? ഖത്തർ വേൾഡ് കപ്പ് സംഘടിപ്പിച്ചപ്പോ എത്ര മനോഹരമായിട്ടാണ് അതിനെ സംഘടിപ്പിച്ചത്. ലോകത്തിന് ഇസ്ലാമിന്റെ മനോഹാരിത വിളിച്ചു പറയാൻ ഖത്തറിന് കഴിഞ്ഞില്ല. ഇത് കളിയാണ്, പക്ഷെ കളിയെ ഹിക്മത്തിലൂടെ ഉപയോഗപ്പെടുത്തുന്നതാണ്. ബ്രസീലിയൻ സൂപ്പർ സ്റ്റാർ കക്ക പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലുള്ള അറേബ്യൻ രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങളുടെ സമാധാനം, പീസ്, അവരുടെ മനോഭാവം, അവരുടെ സൗഹാർദ്ദം, അവരുടെ സാഹോദര്യം, ഇതൊക്കെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതുപോലൊരു വേൾഡ് കപ്പ് ലോകത്ത് ഇന്നുവരെ നടന്നിട്ടില്ല. ഇത്രയോ ആളുകൾ മുസ്ലിമായി എന്നൊക്കെ അവരുടെ സൈറ്റുകളിൽ പോയാൽ കാണും. അപ്പൊ ഞാൻ പറയുന്നത്, കളിച്ചിട്ട് ഉഷാറായ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ നമ്മളാണെങ്കിലോ കളിക്കൂല, ശരീരത്തിന്റെ ഫിറ്റ്നസ് നോക്കൂല. എന്നാല് വലിയ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 200 അടി മുകളിലുള്ള ഭീമൻ കട്ടൗട്ട് നോക്കിയിട്ട് ഇങ്ങനെ താഴെ നിന്നിട്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് പേരിടും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന്, അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ.